ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു അടിപൊളിയായിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ മീൻകറി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ മീൻകറിയൊക്കെ നമ്മുടെ ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ നാളികേരപ്പാലിൽ നല്ല കുടംപുളി ഇട്ടിട്ട് തെറ്റിച്ചിട്ടുള്ള നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണിത്. അപ്പോൾ വീഡിയോയിൽ കിടക്കാനായിട്ട് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ വരും. അതിൽ ഓൾ എന്ന് വേണ്ട ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട്. മീൻകറിക്ക് എപ്പോഴും മൺചട്ടിയിൽ ചെയ്യണം തന്നെയാണ് ടേസ്റ്റ്. ഇനി അതിലേക്ക് ഒരു 4 ചെറുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, അതും ചതച്ച് തന്നെയാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് ഒന്ന് അടുകീറിയിട്ടതാണ്. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വേണം. കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തോളൂ. മീൻകറിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം എരിവ് വേണം. പിന്നെ ഇതാ നമുക്ക് കുടംപുളിയാണ് വേണ്ടത്. കുടംപുളി ഒരു വലിയൊരു കുടംപുളി 4 ഒന്ന് വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തിട്ട് 4 ചീന്തെടുത്താണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില അത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അവിടെ മീൻകറിയൊക്കെ സൂപ്പറാവുന്നത് നമ്മുടെ കുടംപുളിയും എരിവും ഉപ്പും ഒക്കെ കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ മീൻകറിയുടെ ടേസ്റ്റും കറക്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ 1/4 പാലും 2/2 പാലായിട്ട് എടുക്കുന്നുണ്ട്. 1/4 പാൽ ഇത് ആദ്യം തന്നെ തേങ്ങയിൽ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കട്ടിക്ക് പിഴിഞ്ഞെടുക്കുന്നതാണ്. 2/2 പാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് പാൽ എടുത്തതിന് 1/4 പാൽ എടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ് 2/2 പാൽ. അപ്പോൾ നമ്മൾ 2/2 പാലാണ് കേട്ടോ നമ്മുടെ കറിയിൽ ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം. അപ്പോൾ അതുകൊണ്ട് നന്നായി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് മീനിട്ട് കൊടുക്കാം. പക്ഷെ ഞാനൊന്ന് കറി നമ്മുടെ ചാറൊന്ന് തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മീനിട്ട് കൊടുക്കാറുള്ളത്. എനിക്കിവിടെ അയിലയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതങ്ങോട്ട് നീക്കി വയ്ക്കാം. നമുക്കാദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചാറൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ വെജിറ്റേറിയൻ ആണ്, മീൻ കഴിക്കാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മീൻ ചേർക്കാനായിട്ട് മുന്നായിട്ട് നിങ്ങളുടെ കറിയിലെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഇതിൽ കുറവാണ്. അപ്പോൾ ഞാൻ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. തൃശ്ശൂർക്കാരുടെ മീൻകറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാളികേരപ്പാലിൽ വയ്ക്കുന്ന കറിയാണ് കേട്ടോ. നമ്മൾ തൃശ്ശൂർക്കാർക്ക് നല്ല സ്പെഷ്യലാണ് നമ്മുടെ മീൻകറി. മീൻ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളധികം കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ട് കറി ഒന്നുകൂടി തിളയ്ക്കുമ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ കറിയൊക്കെ ഒന്ന് നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി മാറ്റിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കറി ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ട് വരുമ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് കുറുകി വരും. അപ്പോൾ അത് ഏകദേശം കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 പാൽ ഉണ്ടല്ലോ, തേങ്ങാപ്പാൽ, അത് ഒഴിച്ചു കൊടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ കയ്യിലിട്ടിന് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്കൊന്ന് തുണി കൊണ്ടൊന്ന് തട പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ കറി അധികം തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് തിളവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മീൻകറി കാച്ചി ഒഴിക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3 ചെറുള്ളി ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. നമ്മുടെ മീൻകറിയൊക്കെ ഒന്ന് ചൂടാറി കുറച്ച് സമയം കഴിയുമ്പോഴാണ് കേട്ടോ നമ്മുടെ മീൻകറിയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. പുളിയൊക്കെ ശരിക്കും മീനുകളൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടുക കുറച്ച് കഴിയുമ്പോഴാണ്. ഇനി ഞാനിതിലേക്ക് 2 മുഴുവൻ മുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. അധികം ബ്രൗൺ ആക്കാൻ നിൽക്കരുത് കേട്ടോ ഉള്ളി. ഈ ഒരു ഗോൾഡൻ കളറായി നിൽക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കറികൾ കാഴ്ച വയ്ക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് മുളക് പൊടി അതിലിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കളറും കൂടി കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന സാമ്പിളൊക്കെ നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് സൂപ്പറാണ്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചാറെടുത്തിട്ട് ഒന്നുകൂടി തിരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ നമ്മുടെ മീൻകറി കൂടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.